യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും നിങ്ങൾക്കേവർക്കും നേരുന്നു. ഇന്ന് ധ്യാന വിഷയമായിട്ടെടുക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫ് ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫിനോട് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, നല്ല ആത്മീയത നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലോവർ മൈൻഡുമുണ്ട്, അപ്പർ മൈൻഡുമുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ലോവർ മൈൻഡിന്റെ സ്വഭാവം അനുസരിച്ച് അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതലും നൈമിഷികമാണ്, കൂടുതലും വൈകാരികമാണ്. പെട്ടെന്നുള്ള ഒരു തീരുമാനം, കൂടുതൽ വരും വരായികകളെ കുറിച്ചും പരിണിത ഫലങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാതെ പെട്ടെന്നെടുക്കുന്ന ഒരു തീരുമാനമാണ് ലോവർ മൈൻഡിൽ സംഭവിക്കുന്നത്. എന്നാൽ അപ്പർ മൈൻഡിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ചിന്താശേഷിയുള്ളതാണ്, ജ്ഞാനം നിറഞ്ഞതാണ്, നല്ല കാഴ്ചപ്പാടുകളുള്ളതാണ്. അവിടെ നൈമിഷികമായ വൈകാരികമായ തീരുമാനങ്ങളല്ല, മറിച്ച് അതിൻ്റെ വരും വരായികകളെ കുറിച്ചും പരിണിത ഫലങ്ങളെ കുറിച്ചുമൊക്കെ ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ് അപ്പർ മൈൻഡിൽ എടുക്കുന്നത്. വിശുദ്ധ യൗസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം യൗസേപ്പിതാവിന് അപ്പർ മൈൻഡ് കൊണ്ട് ലോവർ മൈൻഡിനെ മാസ്റ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീയത ഉണ്ടാകണമെങ്കിൽ, ആത്മീയത ഉണ്ട് എന്ന് പറയണമെങ്കിൽ, നമ്മുടെ ലോവർ മൈൻഡിനെ അപ്പർ മൈൻഡ് കൊണ്ട് മാസ്റ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പർ മൈൻഡിൽ നിന്നും വരുന്നതാകണം. അവിടെ നമുക്ക് തെറ്റുപറ്റുകയില്ല. കാരണം അത് ചിന്താശേഷിയുള്ളതാണ്, അത് കൂടുതൽ വരും വരായികകളെ കുറിച്ച് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്. അത് വൈകാരികമല്ല, അത് നല്ല കാഴ്ചപ്പാടോടെയുള്ള തീരുമാനങ്ങളാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവാണ് വിശുദ്ധ യൗസേപ്പിതാവിന് തീരുമാനമെടുക്കാനായിട്ട് സഹായിച്ചത്. നമ്മുടെയൊക്കെ മൈൻഡിനെ, നമ്മുടെയൊക്കെ മനസ്സിനെ, അപ്പർ മൈൻഡിനെയും ലോവർ മൈൻഡിനെയും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് കഴിയണം. ദൈവമായിരിക്കണം നമ്മുടെ അപ്പർ മൈൻഡിനെയും ലോവർ മൈൻഡിനെയും നിയന്ത്രിക്കേണ്ടത്. ദൈവത്തോട് മാസ്റ്ററിങ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സുകളെ, അപ്പർ മൈൻഡിനെയും ലോവർ മൈൻഡിനെയും മാസ്റ്ററിങ് ചെയ്യാനായിട്ട് അനുവദിച്ചാൽ എടുക്കുന്ന തീരുമാനങ്ങൾ ചിന്താശേഷിയോടും ജ്ഞാനം നിറഞ്ഞതും കൂടുതൽ നല്ല കാഴ്ചപ്പാടുകളോടുകൂടിയുള്ള തീരുമാനങ്ങളായിരിക്കും. അതാണ് വിശുദ്ധ യൗസേപ്പിതാവിന് സാധിച്ചത്. മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ട് നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്
ദൈവം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മനസ്സിനെ മാസ്റ്ററിങ് ചെയ്തത് മൂലം വിശുദ്ധ യൗസേപ്പിതാവ് മറിയത്തെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു, ജീവിത പങ്കാളിയായിട്ട്, ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്കും കഴിയാതെ പോകുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ലോവർ മൈൻഡിൽ നിന്ന്, കൂടുതൽ വരും വരായികകളൊന്നും ആലോചിക്കാതെ നൈമിഷികമായ വൈകാരികമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അത് തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ കൂടുതൽ ചിന്താശേഷിയുള്ള, ജ്ഞാനം നിറഞ്ഞ, വരും വരായികകളെ കുറിച്ച് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം നമ്മളിൽ നിന്നും കടന്നു വരേണ്ടത്. അതിന് നമ്മുടെ ലോവർ മൈൻഡിനെ അപ്പർ മൈൻഡ് കൊണ്ട് നിയന്ത്രിക്കണം. ഈ നിയന്ത്രണമാണ് ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടത്. നമ്മുടെ മൈൻഡിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ദൈവം നമ്മുടെ മൈൻഡിനെ മാസ്റ്ററിങ് ചെയ്യുമ്പോൾ, ദൈവം നമ്മുടെ മനസ്സിനെ മാസ്റ്ററിങ് നടത്തുമ്പോൾ, അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ജ്ഞാനം നിറഞ്ഞ, ചിന്താശേഷിയുള്ള, വരും വരായികകളെ കുറിച്ച് ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. അവിടെ നമുക്ക് തെറ്റുപറ്റുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനം നമ്മോട് ആവശ്യപ്പെടുന്നത്, വിശുദ്ധൻ ആവശ്യപ്പെടുന്നത്, നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മാസ്റ്ററിങ് നടത്താനായിട്ട് ദൈവത്തോട് ആവശ്യപ്പെടുക. അവിടെ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നേരുന്നു. ഇന്നേ ദിവസം നമ്മുടെ മനസ്സിനെ നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ദൈവമേ, ഒത്തിരി സന്ദർഭങ്ങളിൽ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. തീരുമാനമെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്ത് തീരുമാനമെടുക്കണമെന്ന് സാധിക്കാതെ വിഷമിക്കുന്ന ഒത്തിരി ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ നൈമിഷികമാകാതിരിക്കാൻ, വൈകാരികമാകാതിരിക്കാൻ ദൈവത്തോട് നമ്മുടെ മനസ്സുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ എൻ്റെ മൈൻഡിനെ, എൻ്റെ മനസ്സിനെ ദൈവം നിയന്ത്രിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ചിന്താശേഷിയുള്ള, ജ്ഞാനം നിറഞ്ഞ തീരുമാനങ്ങളായിരിക്കും. അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണമേ എന്ന്, എൻ്റെ മനസ്സിനെ മാസ്റ്ററിങ് ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സുകളെ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.